ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 30. വൻ നസ്ഖു, നസ്ഖ് എന്ന് പറഞ്ഞാൽ റഫ്ഉ തഅല്ലുഖി ഹുക്മിൻ ശർഈൻ, ശർഈയായ ഹുക്മിന്റെ തഅല്ലുഖിനെ ഉയർത്തിക്കളയുക. എന്തുകൊണ്ട്? ബിദലീലിൻ ശർഈൻ മുതഅഖിരിൻ അൻഹു, അതിനെ ആ ഹുക്മെ തൊട്ട് പിന്തിയതായ ശർഈയായ ദലീൽ കൊണ്ട്. അത് ഹദീസാകട്ടെ ഹദീസ് അല്ലാത്തതാകട്ടെ, ആ ദലീൽ കൊണ്ട് ഈ ഹുക്മിന്റെ തഅല്ലുഖിനെ ഉയർത്തിക്കളയുക. ഇതിനാണ് നസ്ഖ് എന്ന് പറയുക. തഅല്ലുഖ്, ഹുക്മിന്റെ തഅല്ലുഖിനെ നസ്ഖ് ചെയ്യുക എന്ന് പറഞ്ഞത് അവിടെ ഹുക്മിനെ നസ്ഖ് ചെയ്യലല്ല, ഹുക്മിന്റെ തഅല്ലുഖിനെ നസ്ഖ് ചെയ്യലാണ്, ഉയർത്തലാണ്. അത് കാരണം ലിഅന്ന നഫ്സൽ ഹുക്മി ഖദീമുൻ ലാ യർതഫിഉ, ഹുക്മ് എന്നുള്ളത് അത് ഖദീമ, അത് ഉയരുകയില്ല. കാരണം അത് ലിഅന്നഹു ഇബാറത്തുൻ അൻ ഖിതാബില്ലാഹിൽ മുതഅല്ലിഖി ബിഅഫ്ആലിൽ മുകല്ലഫീന ബിൽ ഇഖ്തിദാ, അള്ളാഹുവിന്റെ ഖിതാബാണല്ലോ ഹുക്മ്. അപ്പോൾ അതുകൊണ്ട് അത് ഖദീമാണ്, അത് ഉയരൂല. അപ്പോൾ അതിന്റെ തഅല്ലുഖിനെയാണ് എന്ത് ചെയ്യുന്നത്? ഉയർത്തുന്നത്. അതിനാണ് അങ്ങനെ പറഞ്ഞത്. വൻ നാസിഖു, നാസിഖ് എന്ന് പറയുന്ന ദലീല് അത് മാ യദുല്ലു അല റഫ്ഇൽ മദ്കൂരി, ഈ പറയപ്പെട്ട റഫ്ഇന്റെ മേൽ, അതായത് ശർഈയായ ഹുക്മിന്റെ തഅല്ലുഖിനെ റഫ് ചെയ്യാന്ന് പറഞ്ഞല്ല, ആ പറഞ്ഞ റഫ്ഇന്റെ മേലെ അറിയിക്കുന്ന ഒന്നിനാണ് എന്തെന്ന് പറയുന്നത്? നാസിഖ് എന്ന് പറയുന്നത്. വ തസ്മിയതുഹു നാസിഖൻ, അതിന് നാസിഖ് എന്ന് പേര് വെച്ചത് മജാസുൻ, അത് മജാസിയായിട്ടാണ്. ഹഖീഖിയായിട്ട് പറഞ്ഞാൽ എന്താണ്? ആ ദലീൽ നാസിഖ് അല്ല, അപ്പോൾ അത് മജാസിയായിട്ടാണ്. അത് ആ ഫിഇലിനെ ആ സബബിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ടുള്ള മജാസിയായ പ്രയോഗമാണ്. കാരണം എന്താ? അന്നൻ നാസിഖ, നാസിഖ് ഫിൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ നസ്ഖ് ചെയ്യുന്നവൻ ആരാ? അല്ലാഹു തആല, അല്ലാഹു തആലയാണ്. കാരണം ഹഖീഖത്തിൽ ഹുക്ം ചെയ്യുന്നവൻ അല്ലാഹയാണല്ലോ, ഹാക്കിം അല്ലാഹയാണ്. അപ്പോൾ നാസിഖ് ഹഖീഖത്തിൽ അല്ലാഹു തആലയാണ്. പിന്നെ ഈ ദലീലിന് നാസിഖ് എന്ന് പറഞ്ഞത് അത് മജാസിയായിട്ടാണ്. ഇനി വയുറഫുൻ നസ്ഖു, ഈ നസ്ഖിനെ അറിയപ്പെടും ബി ഉമൂരിൻ, പല കാര്യങ്ങൾ കൊണ്ടും ഈ നസ്ഖ് അറിയപ്പെടും. അസ്റഹുഹ, എന്നാൽ ആ കാര്യങ്ങളിൽ ഏറ്റവും സരീഹായ നസ്ഖിന്റെ കാര്യം മാ വറദ ഫിൻ നസ്സി, നസ്സിൽ വാരിദായ ഒന്നാണ്. ഹദീസിന്റെ വാചകത്തിൽ തന്നെ നസ്ഖ് വാരിദായിട്ടുണ്ട്. അതാണ് ഏറ്റവും ആ നസ്ഖ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും ശരിയായത്. ഏതുപോലെയൊക്കെ ഹദീസ് ബുറൈദ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് പോലെ, എവിടെ? ഫി സഹീഹി മുസ്ലിമിൻ, സഹീഹ് മുസ്ലിമിലുള്ള ഹദീസ്. എന്താണ് ഹദീസ്? കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുൽ ആഖിറ. അപ്പോൾ ഈ ഹദീസിന്റെ ആദ്യം എന്താണ്? ഖബർ സിയാറത്തിനെ വിരോധിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഫസൂറുഹ എന്ന വാചകം ആദ്യം പറഞ്ഞ ഹുക്മിനെ എന്ത് ചെയ്തു? റഫ് ചെയ്തു. അപ്പോൾ അവിടെ ആ നസ്ഖിൽ തന്നെ ശരീഹായിട്ട് നസ്ഖ് വന്നു. ഇനി വമിൻഹ, ആ നസ്ഖിൽ പെട്ടതാണ്, നസ്ഖ് ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് മാ യജ്സിമു സഹാബിയു, സഹാബി എന്ത് ചെയ്യും? ഉറപ്പിച്ചു പറയുന്ന ഒന്ന്. എന്തുകൊണ്ട് ഉറപ്പിക്കുക? ബി അന്നഹു മുതഅഖിറുൻ, ആ ഹുക്മ് പിന്തിയ ഹുക്കുമാണ് എന്ന് സഹാബി തന്നെ ജസ്മി ചെയ്ത് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും? അത് നാസിഖായി വരും. ഇതുപോലെയൊക്കെ ഖൗലി ജാബിർ റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുപോലെ. എന്താണ്? കാന ആഖിറുൽ അംറൈനി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള രണ്ട് കാര്യങ്ങളിൽ അവസാനത്തതായിരുന്നു എന്ത്? തർക്കൽ വുളൂഇ മിമ്മാ മസത്തുഹുന്നാറു, തീ സ്പർശിച്ചതായ ഒന്നിൽ നിന്ന് വുളൂവിനെ ഉപേക്ഷിക്കലായിരുന്നു.
തീയിൽ വേവിച്ചത് കഴിച്ചു കഴിഞ്ഞാൽ ഒളു മുറിയുകയില്ല എന്നതായിരുന്നു. അപ്പോൾ ഒളു എടുക്കുമായിരുന്നില്ല. അപ്പോൾ തീ സ്പർശിച്ചത് കഴിച്ചാൽ ഒളു മുറിയുമായിരുന്നു എന്ന ഹുക്മിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഹദീസ് നസ്ഖ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് സഹാബി തന്നെ അവിടെ സരീഹാക്കി ആഖിറുൽ അംറൈനി മുതാഖിറാണ് എന്ന് സരീഹാക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഖ്റജഹു അസ്ഹാബു സുനൻ, ഈ ഹദീസിനെ അസ്ഹാബു സുനൻ എന്ത് ചെയ്ത് ഇഖ്റാജ് ചെയ്തിട്ടുണ്ട്. സിത്തയിലെ സഹീഹ് മുസ്ലിമും സഹീഹ് ബുഖാരി ഒഴിച്ച് ബാക്കി 4 പേര്, അത് അബൂദാവൂദ്, തുർമുദി, നസായി, ഇബ്നു മാജ, ആ 4 സുനനിന്റെ അസ്ഹാബുകളും ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വമിൻഹ, ആ നസ്ഖിന്റെ കാര്യങ്ങളിൽ പെട്ടതാണ് മാ യുറഫു ബി താരീഖി, താരീഖ് കൊണ്ട് അറിയപ്പെടുന്നത്. താരീഖ് നോക്കുമ്പോൾ ആ ഹദീസിനേക്കാളും ഈ ഹദീസ് അതിന് ശേഷം വന്നതാണെന്ന് മനസ്സിലാക്കി ആ താരീഖ് കൊണ്ട് എന്ത് ചെയ്യും, നസ്ഖ് അറിയപ്പെടും. വഹുവ കസീറുൻ, അങ്ങനെ താരീഖ് കൊണ്ട് നസ്ഖ് അറിയപ്പെടുന്നത് ധാരാളമുണ്ട്. അതിൻ്റെ ഉദാഹരണങ്ങൾ ധാരാളമാണ്. അത് പറയേണ്ട ആവശ്യമില്ല എന്നാണ് ഷാരിഖ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മുഹദ്ദിസീങ്ങൾ ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പിന്നെ ഷറഹിൽ കാണാം. ഷദ്ദാദ് ബിൻ ഔസ്, ഹദീസ് ഷദ്ദാദ് ബിൻ ഔസിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അഫ്തറൽ ഹാജിമു വൽ മഹ്ജൂമു എന്ന ഹദീസ് സൗമിന്റെ ബാബിൽ. എന്നിട്ട് ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഹദീസിനോടൊപ്പം അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്തജമ വഹുവ മുഹരിമുൻ സായിമുൻ എന്ന ഹദീസ്. അപ്പോൾ ആദ്യം ഹാജിമിന്റെ മഹ്ജൂമിന്റെ നോമ്പ് മുറിയുമെന്ന്. എന്നാൽ ഈ ഹദീസിൽ എന്താണ്, ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഹദീസിൽ നബി തങ്ങൾ സായിമും മുഹരിമുമായ നിലയിൽ ഹിജാമ് വെച്ചു എന്നുണ്ട്. ഇവിടെ ഈ 2 ഹദീസും വെച്ചിട്ട് ബയ്യന ഷാഫി ഇമാം വ്യക്തമാക്കി അന്ന സാനിയ, ഇവിടുത്തെ 2ാമത്തെ ഹദീസ് നാസിഖുൽ ലിൽ അവ്വലി, ഒന്നാമത്തേന് നസ്ഖ് ചെയ്യുന്നതിനാണ്. കാരണം എന്താ, അന്നഹു റുവിയ ഫി ഹദീസി ഷദ്ദാദ് ബിൻ ഔസ് തങ്ങളുടെ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അന്നഹു കാന ആമൽ ഫത്ഹി, അത് മക്കം ഫത്ഹിന്റെ അന്നാണത്. അത് ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസ് മുഹരിമുൻ സായിമുൻ എന്ന് പറഞ്ഞ ഹദീസ് ഹാദ കാന ഫി ഹജ്ജത്തുൽ വദാ, അത് ഹജ്ജത്തുൽ വദാ ആണ്. ഹജ്ജത്തുൽ വദായിലാണ് ഹദീസ് പറഞ്ഞത്. ആ വഹിയ ഈ ഹജ്ജത്തുൽ വദാ എന്നത് ബഅദൽ ഫത്ഹി, മക്കം ഫത്ഹിന് ശേഷമാണ്. കാരണം മക്കം ഫത്ഹ് ഹിജ്റ 8 അന്നാണ്, പിന്നെ ഹജ്ജത്തുൽ വദാ ഹിജ്റ 10 അപ്പോൾ ഹജ്ജത്തുൽ വദാ ആണ് ഉള്ളത്, അതാണ് പിന്തിയത്. അപ്പോൾ ഈ 2ാമത്തെ വയക്കൂന് സാനി നാസിഖൻ ലിൽ അവ്വലി, ഈ 2ാമത്തെ ഒന്നാമത്തേന് നാസിഖാവും. അപ്പോൾ ഇങ്ങനെ താരീഖ് കൊണ്ട് നസ്ഖിനെ അറിയപ്പെടും. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ട് എന്നാണ് മുസന്നിഫ് പറയുന്നത്. എന്നാൽ വലൈസ മിൻഹ, എന്നാൽ ഈ നസ്ഖിൽ പെട്ടതല്ല, നസ്ഖിന്റെ കാര്യത്തിൽ പെട്ടതല്ല എന്ത്, മാ ഒരു ഹദീസ് യർവീഹി, ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുന്നു സഹാബിയിൽ മുതഅഖിറുൽ ഇസ്ലാം, ഇസ്ലാം പിന്തിയതായ സഹാബി. ആ സഹാബി റിപ്പോർട്ട് ചെയ്തു. എങ്ങനെ റിപ്പോർട്ട് ചെയ്തു, മുആരിദൻ ലിൽ മുതഖദ്ദിമി അലൈഹി, അദ്ദേഹത്തെക്കാൾ മുന്തിയ സഹാബിക്ക് എതിരായി മുആരിദായിട്ട് എന്ത് ചെയ്തു, ഈ സഹാബി, ഈ മുതഅഖിറുൽ ഇസ്ലാമായ സഹാബി റിപ്പോർട്ട് ചെയ്തത് എന്താകൂല, അത് നസ്ഖായിട്ട് വരൂല. കാരണം എന്താ, നാസിഖായിട്ട് വരില്ല. കാരണം ഇഹ്തിമാലി അൻ യകൂന സമീഅഹു, ആ മുതഅഖിറുൽ ഇസ്ലാമായ ആള് ആ സഹാബി കേൾക്കാൻ ഇഹ്തിമാലുണ്ട്. ആരിൽ നിന്ന്, മിൻ സഹാബിയിൻ ആഖറ, വേറൊരു സഹാബിയിൽ നിന്ന് കേൾക്കാം. എങ്ങനത്തെ സഹാബി, അഖ്ദമിനും മുതഖദ്ദിമിനും മദ്കൂരി, ആ പറയപ്പെട്ട മുതഖദ്ദിമായ സഹാബിയേക്കാൾ അഖ്ദമായ, അദ്ദേഹത്തെക്കാളും മുമ്പേ ഇസ്ലാമായ സഹാബിയിൽ നിന്ന് കേൾക്കാൻ എഹ്തിമാലുണ്ട്. ഔ മിസ്ലിഹി, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ മുതഖദ്ദിമായ സഹാബിയെ പോലത്തെ സഹാബിയിൽ നിന്ന് കേൾക്കാൻ എഹ്തിമാലുണ്ട്. എന്നിട്ട് ഫഅർസലഹു, എന്നിട്ട് ഈ സഹാബിയെ കളഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു,
പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഇസ്നാദാക്കിയിട്ട് ഇർസാലാക്കി പറയാം. അപ്പോൾ അത് എന്താണ്, പിന്നെ മുർസൽ സഹാബിയായി. അപ്പോൾ അങ്ങനെ പറയാൻ ഇഹ്തിമാലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മുതഅഖിൽ ഇസ്ലാമായ ആളുടെ ഹദീസ് എന്താകൂല, നാസിഖായിട്ട് വരൂല. പക്ഷെ ലാക്കിൻ ഇൻ വഖഅ തസ്രീഹു ബി സമാഇ ലഹു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീസിനെ അദ്ദേഹം കേട്ടു എന്ന് സരീഹായി കേട്ടു എന്നതിൻ്റെ സരീഹ് ഉണ്ടായാൽ, അങ്ങനെ വന്നാലോ, ഇൻ വഖ, അതങ്ങനെ അദ്ദേഹം പറഞ്ഞത് സമീഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കേട്ടു എന്നതുകൊണ്ട് തസ്രീഹ് വന്നാൽ, സരീഹ് വന്നാൽ ഫയത്തജിഹു അൻ യകൂന നാസിഖൻ, അപ്പോൾ അത് നാസിഖാകാൻ എന്തുണ്ട്, ഒരു വജിഹുണ്ട്. അതായത് തജിഹു അൻ യകൂന നാസിഖൻ. പക്ഷെ അവിടെ എന്തുണ്ട്, ബിശർത്തി അൻ യകൂന, ഒരു ഷർത്തുണ്ട്. ബിശർത്തി അൻ യകൂന, ഈ മുതഅഖിൽ ഇസ്ലാമായ ആള് ആകണം ലം യതഹമ്മൽ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അദ്ദേഹം ഏറ്റെടുത്തിട്ടില്ല ഇതിരിക്കുക. എന്തിനെ, ഷൈഅൻ ഖബല ഇസ്ലാമി, അദ്ദേഹത്തിന്റെ ഇസ്ലാമിൻ ആകുന്നതിന് മുമ്പ് നബി തങ്ങളിൽ നിന്ന് ഒന്നും കേട്ടിട്ടില്ല, ഈ കേൾക്കാതിരിക്കണം, ഒന്നും ഏറ്റെടുത്തിട്ടില്ല എന്ന ഷർത്തോടുകൂടെ. അപ്പോൾ അങ്ങനെ കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ പറഞ്ഞ പിന്നെ ഈ മുതഖദ്ദിമായ സഹാബിയേക്കാൾ മുമ്പ് ഇദ്ദേഹം കേട്ടതായിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ എന്താവൂല, നാസിഖാവൂല. പിന്നെ അവിടെ ഷിറാഹുകൾ പറയുന്നുണ്ട്, അവിടെ വേറൊരു ഷർത്തും കൂടിയുണ്ട്. ഈ മുതഅഖിൽ ഇസ്ലാമായ ആള് നബിയിൽ നിന്ന് കേട്ടതിന് ശേഷം ഈ മുതഖദ്ദിമുൽ ഇസ്ലാമായ സഹാബി ഇദ്ദേഹം കേട്ടതിന് ശേഷം പിന്നൊന്നും കേട്ടിട്ടില്ല കൂടെ വരണം, അപ്പോഴേ ശരിയാവുള്ളൂ. അതുപോലെ ആ മുതഖദ്ദിമായ സഹാബി ഈ മുതഅഖിൽ ഇസ്ലാമായ ആള് കേട്ടതിന് ശേഷം കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മുതഅഖിൽ ഇസ്ലാമിന്റെ ഹദീസ് എന്താകൂല, നാസിഖായി വരൂല. അപ്പോ ആ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞാല്, ഇപ്പോ മുതഅഖിൽ ഇസ്ലാമായ സഹാബിക്ക് ഒരു ഉദാഹരണം നമുക്ക് എടുക്കാം, ഇക്രിമ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു ഉദാഹരണത്തിന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് എതിരായിട്ട് എന്ത് ചെയ്തു, ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തു നോക്കാം. അപ്പോൾ ഈ ഇക്രിമ റളിയല്ലാഹുവിന്റെ ഹദീസ് പിന്നെ നാസിഖ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിനെ നാസിഖായിട്ട് വരൂല. കാരണം എന്താ, ഈ ഇക്രിമ റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനേക്കാളും മുന്തിയ, ഉദാഹരണത്തിന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൽ നിന്ന് ഈ ഹദീസിനെ ഇദ്ദേഹം കേൾക്കാൻ ഇഹ്തിമാലുണ്ട്. അല്ലെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബിയിൽ നിന്ന് കേൾക്കാൻ ഇഹ്തിമാലുണ്ട്. എന്നിട്ട് ഈ ഇക്രിമ റളിയല്ലാഹു അൻഹു ആ സഹാബിയെ കളഞ്ഞിട്ട് നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇർസാലാക്കി ഇങ്ങനെ പറയാൻ ഇഹ്തിമാലുണ്ട് എന്നതാണ് ഇപ്പം പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇഹ്തിമാൽ ഉള്ളത് കൊണ്ട് ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് എന്താകൂല, അബൂ ഹുറൈറ തങ്ങളുടെ ഹദീസിന് നാസിഖാവൂല എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി ഈ ഇക്രിമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടു എന്ന് തന്നെ പറഞ്ഞു, സമീഅത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു ശരീഹാക്കി പറഞ്ഞാൽ അപ്പോൾ എന്തുണ്ട്, അത് നാസിഖാകാൻ ഒരു വജിഹുണ്ട് എന്നാ പറഞ്ഞ. അതിന് അവിടെ ഒരു നിബന്ധനയുണ്ട്, ഈ ഇക്രിമ റളിയല്ലാഹു അൻഹു മുസ്ലിം ആകുന്നതിന് മുമ്പ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒന്നും ഏറ്റെടുക്കാതിരിക്കണം എന്ന ഷർത്തും കൂടി ഉണ്ട് എന്നാണ് ഇപ്പം പറഞ്ഞത്. ഇനി അമ്മൽ ഇജ്മാഉ, അപ്പോൾ ഇജ്മാ, അപ്പോ ശർഈയായ ഹുക്മിന്റെ താല്ലുക്കിനെ നസ്ഖ് ചെയ്യാന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇജ്മാ എന്നുള്ളത് ദലീലും ശർഈ കൊണ്ട് നസ്ഖ് ചെയ്യാന്നാ പറഞ്ഞത്. അപ്പോ ശർഈയായ ദലീലിൽ പെട്ടതാണോ എന്ത് ഇജ്മാ അല്ലേ? അപ്പൊ ശർഈയായ അതില്ലത്തിൽ പെട്ടതാണ് ഇജ്മാ എന്ന് വെക്കുമ്പോൾ തന്നെ അതെന്തല്ല,
അത് വലൈസ ബിനാസിഖിൻ, ഇജ്മാ നാസിഖല്ല. കാരണം ഇജ്മാ എന്നുള്ളത് പിന്നെ ഉമ്മത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഉമ്മത്തിന്റെ ഇജ്മാ ആണ്. അതെന്താവൂല, ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ഒരു ഹുക്കുമിനെ നസ്ഖ് ചെയ്യൂല. മറ്റൊരഭിപ്രായം പറഞ്ഞത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അല്ലാതെ ഇജ്മാ ഇൻഖാദാവൂല. അപ്പോൾ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നസ്ഖ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഉയരുകയും ചെയ്യും. അപ്പം പിന്നെ എന്താവൂല, ഇജ്മാ നാസിഖാവൂല. കുത്തത്തുള്ള പറയുന്നത് വദാലിക അമ്മൽ ഇജ്മാ ഫലൈസ ബിനാസിഖിൻ വദാലിക ലിഅന്ന നസ്ഖ ഇന്നമാ യതഹഖഖു അലാ അഹ്ദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നസ്ഖ് റസൂലുള്ളാഹിന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടാകുള്ളൂ. വൽ ഇജ്മാ എന്നുള്ളത് ലാ യതഹഖഖു ഇല്ലാ ബഅദഹു, റസൂലുള്ളാഹിന് ശേഷം അല്ലാതെ അത് തഹഖഖാവൂല. വഹാദാ ഇസ്തിസ്നാഉ മിന ദലീൽ ശർഈൽ വാരിദി ഫി താരീഫിൻ നസ്ഖി. നസ്ഖിന്റെ താരീഫിൽ പറഞ്ഞ വാരിദായ ശർഈയായ ദലീലിൽ നിന്ന് ഇത് ഇസ്തിസ്നയാണ്. അപ്പോൾ ഇൻഉദിനാൽ ഇജ്മാ മിൻ അദില്ലത്തി ശർഈ, ശർഈന്റെ അദില്ലത്തുകളിൽ ഇജ്മാഇനെ നമ്മൾ എണ്ണിയാൽ അതിൽ നിന്ന് എന്താണ് ഈ ഇജ്മാ എന്നുള്ളതിനെ ഇസ്തിസ്നയാണ്. കമാഹുൽ മഷൂർ പിന്നെ ഇജ്മാ ശർഈന്റെ അദില്ലത്തിൽ പെട്ടാണ്. പിന്നെ അപ്പോ ഇജ്മാ നാസിഖല്ല എന്നാ പറഞ്ഞത്. ബൽ യദുല്ലു അലാ ദാലിക, മറിച്ച് ഈ ഇജ്മാ അറിയിക്കും അലാ ദാലിക, എന്ത് ആ നാസിഖ് ഉണ്ട് എന്നതിന്റെ മേൽ ഈ ഇജ്മാ അറിയിക്കും. അല്ലാതെ നേരിട്ട് ഇജ്മാ എന്താവൂല, നാസിഖാവൂല. കാരണം ഇജ്മാ നാസിഖ് കൊണ്ടതിന്റെ മേലെ അറിയിക്കുക എന്ന് പറയാൻ കാരണം ഇജ്മാഇന്റെ മുസ്തനദ് എന്താണ്, ശർഈയായ ദലീലാണ്. ഇജ്മാഇന്റെ മുസ്തനദ് ശർഈയായ ദലീലാണ്. അപ്പോൾ ആ ഇജ്മാ എന്ത് ചെയ്യും, ആ ദലീല് വാഖിയിൽ അത് ഉണ്ട് എന്നതിന്റെ മേൽ അറിയിക്കുന്നതാണ്. ഇനി ഇല്ലം യുറഫി താരീഖു, ഇനി താരീഖിനെ അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ, മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു എന്ത് ഫലാ യഖ്ലു ഇമ്മാ യുറഫ താരീഖു ഔല എന്ന് പറഞ്ഞിരുന്നു. അവിടേക്കത്ത് ഇനി താരീഖിനെ അറിയപ്പെട്ടിട്ടില്ല എങ്കിൽ, രണ്ടിൽ നിന്ന് ഏതാണ് പിന്തിത എന്ന് അറിയാൻ താരീഖ് അറിയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഫലാ യഖ്ലു, അപ്പോൾ അത് ഒഴിവാകൂല. ഇമ്മാ യുംകിന തർജീഹു അഹദിഹിമ, രണ്ടിലൊന്നിനെ തർജീഹാക്കൽ സൗകര്യമാകുക, അലൽ മറ്റേതിനേക്കാൾ രണ്ടിലൊന്നിനെ തർജീഹാക്കാൻ സൗകര്യമാകുക. ഒന്നെങ്കിൽ ഈ വജീഹി വുജൂഹി തർജീഹി, തർജീഹിന്റെ വജീഹുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു വജീഹ് കൊണ്ട് തർജീഹാക്കൽ സൗകര്യമാകുക. അങ്ങനത്തെ വജീഹുകൾ അൽ മുതഅല്ലിഖത്തി ബിൽ മത്തിനി ഔ ബിൽ ഇസ്നാദി, മത്തിനോടോ അല്ലെങ്കിൽ ഇസ്നാദിനോടോ ബന്ധിച്ചതായ തർജീഹിന്റെ കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു വജീഹ് കൊണ്ട് അതിനെ തർജീഹാക്കൽ സൗകര്യമാകാം. ഒന്നെങ്കിൽ ഔല, അല്ലെങ്കിൽ അങ്ങനെ തർജീഹാക്കൽ സൗകര്യമാകാതിരിക്കാം. രണ്ട് താരീഖ് അറിയപ്പെടാതെ വരുമ്പോൾ ഇങ്ങനെ രണ്ട് നിലയ്ക്ക് വരാം, രണ്ടിലൊന്നിൽ നിന്ന് ഒഴിവാകൂല. അപ്പോൾ ഇൻ അംകന തർജീഹു, എന്നാൽ അവിടെ തർജീഹ് സൗകര്യമായാലോ തഅയ്യനൽ മസീറു ഇലൈഹി, അപ്പോൾ ആ തർജീഹ് ആക്കി ഒന്നിലേക്ക് മടങ്ങൽ തഅയ്യനായി. ഇല്ല, അങ്ങനെ തർജീഹാക്കാൻ സൗകര്യമാകുന്നില്ല എങ്കിൽ ഫല, അപ്പോൾ പിന്നെ ആ തർജീഹിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മടങ്ങാൻ പറ്റൂല.
മറിച്ച് അവിടെ എന്ത് ചെയ്യും, അതവിടെ തവഖുഫാക്കി നിർത്തും. അപ്പോ ചുരുക്കത്തിൽ ഫസാറ മാ ലാഹിറുഹു തആറുദു, ഫസാറ മാ ഒരു ഹദീസ് ആയി അങ്ങനെ ഒന്നാണ് ലാഹിറുഹു, അതിന്റെ ലാഹിർ തആറുദു, തആറുദാണ്. പ്രത്യക്ഷത്തിൽ തആറുദായ ഒരു ഹദീസ് ആയി എന്തായി, വാഖിഅൻ അലാ ഹാദ തർത്തീബി, ഇപ്പോ ഈ പറയപ്പെട്ട തർത്തീബ് പ്രകാരമായി. അതെങ്ങനെ തർത്തീബ് പറഞ്ഞത്? ഒന്നെങ്കിൽ ആ തർത്തീബ് എന്ന് പറഞ്ഞാൽ അൽ ജംഇ ഇൻ അംകന, സൗകര്യമായാൽ എന്ത് ചെയ്യുക, അതിനെ ജം ചെയ്യുക. എന്നിട്ട് ആ ജംഇന് സൗകര്യമാകുന്നില്ലെങ്കിൽ ഫഇതിബാരി നാസിഖി വൽ മൻസൂഖി, പിന്നെ നാസിഖും മൻസൂഖും പരിഗണിക്കുക. അതും സൗകര്യമാകുന്നില്ലെങ്കിൽ ഫതർജീഹി, പിന്നെ തർജീഹ് പരിഗണിക്കുക. ഇൻ തഅയ്യന, തർജീഹ് തഅയ്യനായാൽ തർജീഹിനെ പരിഗണിക്കുക. ഇനി അത് കഴിയുന്നില്ല എങ്കിൽ സുമ്മ തവഖുഫു, പിന്നെ എന്ത് ചെയ്യുക, തർജീഹിനും പറ്റുന്നില്ല എങ്കിൽ അവിടെ ആ ഹദീസിനെ എന്ത് ചെയ്യുക, തൊട്ട് തവഖുഫ് ആകാനില്ല. അമലി ബി അഹദിൽ ഹദീസൈനി, രണ്ട് ഹദീസിൽ നിന്ന് ഒന്നുകൊണ്ട് അമൽ ചെയ്യുന്നതിനെ തൊട്ട് അവിടെ തവഖുഫായി നിൽക്കുക. പിന്നെ തഅബീറു ബി തവഖുഫി, ഇവിടെ തവഖുഫ് കൊണ്ടുള്ള ഇബാറത്ത് ഔല മിന തഅബീരി ബി തസാഖുത്തി, തസാഖുത്ത് കൊണ്ട് ഇബാറത്ത് ഇടുന്നതിനേക്കാൾ ഔലയാണ്. കാരണം ഹദീസിനെ പറയുക എന്നുള്ളത് എന്താണ്, അദബുകേടാണ്. അപ്പൊ അതുകൊണ്ട് തസാഖുത്ത് പറയുന്നതിനേക്കാൾ ഔലയാണ് ഇവിടെ തവഖുഫ് എന്നത്. കാരണം അന്ന ഖഫാ തർജീഹ് അഹദീമ അലൽ ആഖിരി, രണ്ടാലൊന്നിനെ തർജീഹാക്കുന്ന, രണ്ടാലൊന്നിന്റെ തർജീഹിന്റെ ഖഫാ അലൽ ആഖിരി, മറ്റേനേക്കാൾ തർജീഹാകുന്നതിന്റെ ഖഫാ ഇന്നമാ ഹുവ ബിൻ നിസ്ബത്തിൽ മുഅ്തബിരി, അത് ഈ തർജീഹിനെ പരിഗണിക്കുന്ന ആള് അദ്ദേഹത്തിലേക്ക് നിസ്ബ ചെയ്യുമ്പോൾ ഫിൽ ഹാലത്തി റാഹിനത്തി, ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ മുഅ്തബറിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്, അവിടെ ഖഫ ഉണ്ടായത്. എന്തോടുകൂടെ മഅ്തിമാലി അൻ യദ്ഹറ ലി ഗൈരിഹി, ഇദ്ദേഹം അല്ലാത്ത ആൾക്ക് എന്ത് ചെയ്യാം, പിന്നെ വെളിവാകൽ സൗകര്യമാണല്ലോ. മാ ഖഫിയ അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ ഖഫി ആയതിനെ മറ്റൊരാൾക്ക് എന്താകാം, ലാഹിറാകൽ ഇഹ്തിമാലുണ്ടല്ലോ. അപ്പൊ ഇപ്പോ ഇദ്ദേഹം നോക്കുമ്പോൾ എന്താകുന്നില്ല, അത് തർജീഹാക്കാനുള്ള ഒന്നും കാണുന്നില്ല എങ്കിലും ഇദ്ദേഹം അല്ലാത്ത വേറൊരാള് എന്താണ്, പിന്നെ ഇനി ഇദ്ദേഹത്തിന് തന്നെ ഇനി മറ്റൊരു സന്ദർഭത്തിൽ എന്ത് ചെയ്യും, നോക്കുമ്പോൾ പിന്നെ തർജീഹിന്റെ വജ്ഹ് പിന്നെ ലാഹിറായാല് അപ്പോ പിന്നെ തർജീഹാക്കാമല്ലോ. അപ്പോ അതുകൊണ്ട് തസാഖുത്ത് എന്ന് പറയരുത്, ആ പറയുന്നതിനേക്കാളും ഔലയാണ് എന്ത്, തവഖുഫ്, അവിടെ നിൽക്കുക. ഇപ്പം വിധി പറയാനായിട്ടില്ല. രണ്ടിലേതെങ്കിലും ഹദീസിനെ എടുക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല, അവിടെ നിർത്താനേ പറ്റുള്ളൂ, അല്ല അതിനെ കളയാൻ പറ്റൂല. അതുകൊണ്ടാണ് സുമ്മ തവഖുഫ് എന്ന് പറഞ്ഞത്. വല്ലാഹു അലം, അല്ലാഹു ഏറ്റവും അറിയുന്നവനാണ്. ഇനി സുമ്മൽ മർദൂദ്.